ആകാശത്തും അല്ലാത്തൊരു സ്ഥലത്ത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് എത്താനുള്ള യാത്രയിലാണ്. ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി തിരിച്ച് UK പോവാണ്. ആൻഡ് മാളുതേ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. കുറേ നേരമായി നമ്മൾ വിശന്നിരിക്കുന്നു. ഫൈനലി ഫുഡ് വന്നു. നമ്മുടെ ഡിന്നർ വന്നിട്ട് ഒരു നോൺ വെജ് മീലാണ്. ക്യാബേജും റൈസും പിന്നെ ചിക്കനാന്ന് തോന്നുന്നു. പിന്നെ ഒരു സാലഡിൻ്റെ ഒരു ചെറിയൊരു ബോളുണ്ട്. ഇതൊരു സ്വീറ്റ് ഡിഷ്, എന്താണെന്നറിയില്ല, കഴിച്ചോക്കും പറയാം. പിന്നെ ഒരു ബ്രെഡ് ബണ്ണുണ്ട്, പിന്നെ കട്ട്ലറിയൊക്കെ ഉണ്ട്, ബട്ടറും ഉണ്ട്. നല്ല ഫുഡാണോ? ഇത് ക്യാബേജ് അല്ല കേട്ടോ, പടവലങ്ങയാണോ അങ്ങനത്തെ എന്തോ സംഭവമാണ്. മാഞ്ചസ്റ്റർ ലാൻഡായി. ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടുതൽ റെക്കോർഡൊന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റ മൂവിയും കണ്ടില്ല, മൊബൈലിലും മൂവി നോക്കിയില്ല. കയറിയപ്പോൾ തൊട്ട് 2 ഫ്ലൈറ്റിലും ഉറക്കത്തിൻ്റെ ഉറക്കമായിരുന്നു എല്ലാവരും. ആളും അച്ഛൻ പിന്നെ ഓരോ മൂവിയെങ്കിലും കണ്ടു. ഇല്ല, ഞാൻ മൂവി കണ്ടത് അത് ആദ്യത്തെ ഫ്ലൈറ്റിൽ ഇത്തിരി കണ്ടു, അതിൻ്റെ ഇറങ്ങി. പിന്നെ വലിയ 7 hour ഫ്ലൈറ്റിൽ ഒരു 6 hours ഞാൻ ഇറങ്ങി. ഞാൻ കൊച്ചി ടു അബുദാബി ഉറക്കമായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ടും ഉറക്കമായിരുന്നു. ഇങ്ങനെ വല്ല കിളി പോയ പോലത്തെ അവസ്ഥയായിരുന്നു. നാട്ടിൽ ഇത്ര ഹെക്റ്റിക്കായിരുന്നു. പോരുന്ന അന്ന് വരെയും ഓട്ടത്തോടോട്ടം. അപ്പോൾ എല്ലാ ഉറക്കവും എന്താ പറയുക ഫ്ലൈറ്റിൽ തീർത്തു. അപ്പോൾ ഏട്ടനവിടെ അച്ഛൻ അവിടെ അവിടെ ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. മാഞ്ചസ്റ്റർ എത്തി എന്ന് പറയായിരുന്നു. കൊച്ചിന്ന് കയറിയിട്ടേ ഓർമ്മയുള്ളൂ. മാഞ്ചസ്റ്റർ എത്തി. ഇത് വലിയ കുഴപ്പമില്ല, 7 ഉള്ളൂ ഇപ്പോൾ ടെമ്പറേച്ചർ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ UK ലാൻഡ് ചെയ്തിട്ട് തണുപ്പ് കിട്ടുമ്പോൾ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നത്. കാരണം നാട്ടിൽ അത്രയും ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ പ്രത്യേകിച്ചും സഹിക്കാനേ പറ്റുന്നില്ല. പറയുമ്പോൾ ഒക്ടോബർ മാസം നവംബർ മാസമൊക്കെ ആയിട്ടും കൂടി ഒരു രക്ഷയില്ല. അപ്പോൾ സമ്മർ എന്തായിരിക്കും എന്ന് ആലോചിക്കണം ഞാൻ. അങ്ങനെ തിരിച്ചെത്തി. എൻ്റെ മിഞ്ചിനൊരു കുഴപ്പം വന്നിട്ടില്ല, കണ്ടോ? പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു അത് വരുമ്പോൾ എങ്ങാനും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. ആ പ്ലാന്റർ പോട്ടിൽ വെള്ളം ഒഴിച്ച് വെച്ച കാരണം ഉണങ്ങിയില്ല. വീടൊക്കെ തണുത്ത് മരവിച്ച് നല്ല ഐസായിട്ട് ഇരിക്കുന്നുണ്ട്. ഗാർഡനിലെ ഭാഗ്യത്തിന് ഒരുപാട് പുല്ലൊന്നും വളർന്നിട്ടില്ല.
അമ്മ പോണതിന് മുമ്പ് ഇവിടെ കുറച്ച് മുളകും പിന്നെ അങ്ങനെ എന്തൊക്കെയോ പാകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെയാണാവോ? വലിയ പുല്ല് വന്നു സൈഡിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി തപ്പിപ്പിടിക്കാം. അപ്പോൾ പെട്ടികളൊക്കെ തുറക്കണതിന് മുമ്പ് വേഗം ഞാൻ എങ്ങനെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ചും കൂടി ഉറക്കം പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തിട്ടാവാം. എന്തായാലും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നും നാളെയും കുറച്ച് സമയമുണ്ട്. മൺഡേ മുതൽക്ക് ഇനി ഓഫീസും സ്കൂളും ഒക്കെ തുടങ്ങണം. അപ്പോൾ ഈ വ്ളോഗ് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് റെക്കോർഡ് ചെയ്തു. ഫ്ലൈറ്റിനുള്ളിലും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് വീടെത്തി. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ.